നമസ്കാരം. യൂട്യൂബ് ചാനലായ റിയൽ ഇന്ത്യ ലൈവിൻ്റെ മണിമലയാറ് മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുയർത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ചുമുള്ള പ്രക്ഷേപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് റിയൽ ഇന്ത്യ ലൈവ് ബഹുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മണിമലയാറ് ഒരു പരിധിവരെ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ജീവനാഡിയായിട്ടുള്ള ജലസ്രോതസ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വരൾച്ചയും അതിവൃഷ്ടിയും പ്രളയവുമൊക്കെ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും ജനജീവിതത്തിൻ്റെയും ഏറ്റവും അത്യന്താപേക്ഷിതമായൊരാവശ്യമാണ്. അതിലുപരി ഭൂമുഖത്തെ ജലസ്രോതസ്സുകൾ ചുരുങ്ങി വരികയാണ്. ഭൂജല നിരപ്പ് പ്രത്യേകിച്ച് ഭൂമിക്കടിയിലുള്ള സ്രോതസ്സ് ലെവല് താന്ന് വരികയാണ്, ചുരുങ്ങി വരികയാണ് എന്നുള്ളത് നാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിലുപരി ഇപ്പോൾ പൊതു ജലവിതരണ സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം കേരളത്തിൽ എല്ലായിടത്തും തന്നെ സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും അത് പൂർണ്ണമായും തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയിലും ഏതാണ്ട് 1000 കോടിയിലധികം രൂപ അനുവദിക്കപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പൂർണ്ണമായും ശുദ്ധജല വിതരണ പദ്ധതികളുടെ നിർമ്മാണ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനത് സൂചിപ്പിച്ചത് ഈ ശുദ്ധജല വിതരണ പ്രക്രിയയുടെ എല്ലാം ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ നദികളിൽ കെട്ടിയുയർത്തുന്ന ചെക്ക് ഡാമുകളും അല്ലെങ്കിൽ ഡാമുകളും അതുപോലെയുള്ള ജലസ്രോതസ്സുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എത്ര ശുദ്ധീകരണ ടാങ്കിലൂടെ ശുദ്ധീകരിച്ച് വെള്ളം ശുദ്ധീകരിച്ചെത്തിക്കുന്നു എന്ന് പറഞ്ഞാലും അതിനേക്കാളൊക്കെ ഉപരി ജലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ നീരുറവുകളിൽ, നീരൊഴുക്കുകളിൽ, ജലസ്രോതസ്സുകളിൽ അത് ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. പ്രധാനമായും മണിമലയാറിൽ തുടക്കഭാഗത്ത് 2 നഗരങ്ങളിൽ നിന്ന് അത് മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ബോധ്യമുള്ളൊരു വസ്തുതയാണ്. ഒന്ന് കോട്ടയം ഇടുക്കി ജില്ലകളുടെ സംഗമസ്ഥാനമായ ഹൈറേഞ്ചിൻ്റെ കവാടമായ മുണ്ടക്കയം. മുണ്ടക്കയത്താണ് യഥാർത്ഥത്തിൽ വിവിധ ജലസ്രോതസ്സുകൾ ഒരുമിച്ച് ചേർന്ന് മണിമലയാറ് ഒരു പരിധിവരെ രൂപപ്പെടുന്നത് തന്നെ. അപ്പോൾ മണിമലയാറ് രൂപപ്പെട്ട് അതിൻ്റെ പ്രയാണം ഏതാണ്ട് നല്ല നിലയിൽ ആരംഭിക്കുന്ന സ്ഥാനമായ മുണ്ടക്കയത്ത് തന്നെ മണിമലയാറ് വല്ലാതെ മലിനീകരിക്കപ്പെടുന്നുണ്ട്. അതിലുപരി ഇപ്പോൾ മുണ്ടക്കയത്ത് ഉള്ള ശുദ്ധജല വിതരണ പദ്ധതി നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിമിതമായ തോതിലുള്ളൊരു ശുദ്ധജല വിതരണ പദ്ധതി ഉണ്ട് അവിടെ. ആ പദ്ധതിയുടെ ജലസ്രോതസ്സ് മുണ്ടക്കയം ടൗണുമായി വളരെ ചേർന്ന് തന്നെയാണ്. നമ്മുടെ കോസ്വേയുടെ ഭാഗത്തുള്ള ഒരു വലിയ ആറിനോട് ചേർന്നുള്ള പമ്പ് ഹൗസും കുളവുമൊക്കെയാണ് അതിൻ്റെ ജലസ്രോതസ്സ്. അതിലുപരി പാറത്തോട് പഞ്ചായത്തിൻ്റെ പാറത്തോട് ശുദ്ധജല വിതരണ പദ്ധതി നിലവിലുണ്ട്. അതിൻ്റെ ജലസ്രോതസ്സും മണിമലയാറിൽ അവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ താഴെ വലിയ കയം എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഈ വെള്ളനാടിയിലെ വലിയ കയവും അതുപോലെ തന്നെ മുണ്ടക്കയം ടൗണുമായി ബന്ധപ്പെട്ട ജലസ്രോതസ്സുമെല്ലാം വല്ലാതെ മലിനീകരിക്കപ്പെടുകയാണ്. അതിലൊക്കെ ഉപരി ജലജീവൻ മിഷൻ്റെ പുതിയ പദ്ധതി പ്രകാരം മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തുകളിലേക്കുള്ള ഏതാണ്ട് 186 കോടി രൂപ വിനിയോഗിച്ച് നടത്തുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതി 2 പഞ്ചായത്തിലും കൂടെ ഏകദേശം 20,000-ഓളം ഹൗസ് കണക്ഷനുകൾ നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആ പദ്ധതിയുടെ ജലസ്രോതസ്സ് വെള്ളനാടി ഭാഗത്ത് മൂരിക്കയത്ത് ചെക്ക് ഡാം നിർമ്മിച്ചുകൊണ്ട് കൂടുതലായി വെള്ളം തടഞ്ഞു നിർത്തി. അത് മുണ്ടക്കയം ടൗണിൽ നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൽ താഴെ മാത്രം അകലത്തിലാണ്. അപ്പോൾ മണിമലയാറ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ച് മുണ്ടക്കയം ടൗണുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ഇപ്പോൾ തന്നെ വളരെ അനിവാര്യമാണ്. മുന്നോട്ടത് കൂടുതൽ
ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആ മേഖലയെ പ്രതിനിധീകരിക്കുന്ന MLA എന്നുള്ള നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും മോശമായൊരു സ്ഥിതി എന്ന് പറയുന്നത് മുണ്ടക്കയം ടൗണിലെ ഓടകളിലെയും ഒക്കെ ഹോട്ടലുകളിലെയും അടക്കമുള്ള മലിനജലമെല്ലാം മണിമല ആറ്റിലേക്ക് നേരിട്ട് തള്ളുന്ന, അത് വലിയ കുഴൽ വെച്ച് പൈപ്പ് വെച്ച് ആ പൈപ്പിലൂടെ നേരിട്ട് വന്ന് വീഴുക. വർഷങ്ങളായിട്ട് ആ സ്ഥിതിയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് സ്ഥാപിച്ച് മുണ്ടക്കയം ടൗണിലെ മുഴുവൻ മലിനജലവും നേരിട്ട് മണിമലയാറ്റിലേക്ക് തള്ളുന്ന വളരെ ശോചനീയമായ, തികച്ചും അപരിഷ്കൃതമായ, വലിയ രോഗകാരണമാകുന്ന ജലം അങ്ങേയറ്റം മലിനീകരിക്കപ്പെടുന്നതിനിടയാവുന്നൊരു സ്ഥിതി മുണ്ടക്കയത്തുണ്ട്. അത് ഏറ്റവും അപമാനകരമായ, ഏറ്റവും മോശമായൊരു സ്ഥിതിയാണ്. അതുമായി ബന്ധപ്പെട്ട് വിപുലമായൊരു യോഗം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ശുചിത്വ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളുടെ പ്രതിനിധിയെയും ക്ലീൻ കേരള കമ്പനി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെയും പിന്നെ വ്യാപാരി വ്യവസായികൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുടെയും കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വരുന്ന ചർച്ചകളുടെയും വിദഗ്ധോപദേശങ്ങളുടെയും വിദഗ്ധ നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയം ടൗണിൽ ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിനും അതുവഴി മണിമലയാറ്റിലേക്കുള്ള ഈ മാലിന്യം ഒഴുക്കൽ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് ബന്ധപ്പെട്ട എല്ലാവരുമായും, ജനപ്രതിനിധികളുമായും ഇതിന് ചുമതലയുള്ള സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥരുമായും എല്ലാം ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തുന്നതാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്ലീൻ പൂഞ്ഞാർ, ഗ്രീൻ പൂഞ്ഞാറിൻ്റെ അണ്ടറിൽ ക്ലീൻ മുണ്ടക്കയം പ്രോജക്റ്റ് ഏറ്റെടുക്കാനും ഔദ്യോഗികമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ക്ലീൻ മുണ്ടക്കയം എന്നുള്ളൊരു ക്യാമ്പയിനും അതുപോലെ തന്നെ ഒരു പ്രവർത്തന പരിപാടിയും അതിനനുസൃതമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട്, ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് മാത്രം പണം ഒരു തടസ്സമല്ല. മറ്റു പല വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് പണലഭ്യതയ്ക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് പണം ഒരു തടസ്സമല്ല. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആകെ ലഭിക്കുന്ന പദ്ധതി വിഹിതത്തിൻ്റെ 15% മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണം എന്നുള്ളത് മാൻഡേറ്ററിയാണ്, നിയമപരമായിട്ട് ഉറപ്പുവരുത്തുക. പലപ്പോഴും അത് ചെറിയ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ചെയ്തെന്ന് വരുത്തിക്കൂട്ടി ആ തുക ചെലവഴിക്കപ്പെടുകയോ അല്ലെങ്കിൽ ലാപ്സാവുകയാണ് ചെയ്യുന്നത്. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കപ്പെടാറില്ല. അപ്പോൾ ആ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് അതിന് ഉപയോഗിക്കാൻ കഴിയും. അതിനേക്കാൾ ഉപരി ശുചിത്വ മിഷന് ഫണ്ടിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ സന്നദ്ധ സംഘടനകളും പൊതുജനങ്ങളും ഒക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലയിൽ ഒരു ക്ലീൻ മുണ്ടക്കയം പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഉറവിട മാലിന്യ സംസ്കരണം. ജൈവ മാലിന്യങ്ങൾ അതാത് ഉറവിടത്തിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ജൈവ മാലിന്യം, ആ സ്ഥാപനം വീടുകളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ജൈവ മാലിന്യം ആ വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായേ പറ്റൂ. ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ വിവിധങ്ങളായ പിന്നെ കമ്പോസ്റ്റ് സംവിധാനങ്ങളുണ്ട്. പൈപ്പ് കമ്പോസ്റ്റുണ്ട്, ബക്കറ്റ് കമ്പോസ്റ്റുണ്ട്, ഇങ്ങനെയൊക്കെ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ശക്തിപ്പെടുത്തി ഈച്ച് ആൻഡ് എവരി ഹൗസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് നിയമം മൂലം ഇപ്പോൾ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്, നിയമം മൂലം. ഇനി അത്തരം കാര്യങ്ങളൊക്കെ ലംഘിക്കുന്നവർക്ക് വലിയ പിഴയും തടവും ഒക്കെ വരുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് അപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ കഴിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ MLA എന്നുള്ള നിലയിൽ ഞാൻ നല്ല ഇടപെടൽ നടത്താനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് അജൈവ മാലിന്യത്തിൻ്റെ കാര്യമാണ്. അജൈവ മാലിന്യം ഇപ്പോൾ നമ്മൾ ഒരു പരിധി വരെ കളക്ട് ചെയ്യുന്നുണ്ട് ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ കളക്ട് ചെയ്യുന്നത് പലപ്പോഴും പൂർണ്ണതയിലെത്താറില്ല.
ഇതുവരെ 100% അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ആവറേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നത് പരിപൂർണതയിലെത്തിക്കുകയും കളക്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ MCFകളിലും മിനി MCFകളിലും കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവിടെ കൂടിക്കിടക്കുക. അത് വേറൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സ്ഥിതി ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി കളക്ട് ചെയ്യുന്നു. അതിനകത്ത് വേറെ ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്, ഈ കളക്ട് ചെയ്യുന്നത് നീക്കം ചെയ്യേണ്ട കമ്പനികൾ പ്രധാനമായും ക്ലീൻ കേരള കമ്പനിയാണ്, വേണ്ടത്ര ആക്ട് ചെയ്യുന്നില്ല എന്ന് പരാതിയുണ്ട്. അതുകൊണ്ട് സ്വകാര്യ സംരംഭകരെ കൂടി ആ രംഗത്തേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുക. സ്വകാര്യ സംരംഭകരെ കൂടെ, അതിന് നിയമതടസ്സമൊന്നുമില്ല, അവരെയും കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് അവരുടെയും കൂടെ സഹകരണവും സഹായവും തേടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ മുണ്ടക്കയത്തെ അടക്കമുള്ള പ്രശ്നങ്ങൾ, മണിമലയാറിൻ്റെ മലിനീകരണം, ഈ രീതിയിൽ മണിമലയാർ മാത്രമല്ല, ഈരാറ്റുപേട്ടയിലൂടെ ഒഴുകുന്ന മീനച്ചിലാറിലും ഇതേ പ്രശ്നമുണ്ട്. എരുമേലിയുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പമ്പയാറ്റിലും ഒരു പരിധിവരെ ഈ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അഴുതയാറ്, പുല്ലകയാറ്, ഈ നിയോജകമണ്ഡലത്തിലൂടെ ഒഴുകുന്ന എല്ലാ നദികളിലും ഈ പ്രശ്നമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് ഒന്നാമത് മണിമലയാറും അതോടൊപ്പം മീനച്ചിലാറുമാണ്. ഇത് രണ്ടും അഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് എരുമേലിയിലെ ഒരു മലിനീകരണമാണ്. അത് ഇതിനേക്കാൾ വേറൊരു തരത്തിൽ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമാണ്. കാരണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമല തീർത്ഥാടന കാലത്ത് എരുമേലിയിലേക്ക് വരുന്നത്. അവിടെയും ഇതുപോലെ തന്നെ. ഇപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ എരുമേലിയിൽ പോയപ്പോൾ അവിടുത്തെ ആ വലിയ തോടിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ വളരെയേറെ വൈക്ലഭ്യവും ബുദ്ധിമുട്ടും തോന്നിയൊരു സൈഡ്. അത്രമാത്രം മലിനീകരിച്ച് കിടക്കുകയാണ്. എന്നാലും തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മഴ പെയ്യുമ്പോൾ ഇതൊക്കെ കുറേ ഒഴുകിപ്പോവും. അപ്പോൾ ആളുകൾ ഇതങ്ങ് മറക്കും. വീണ്ടും മഴ കുറയുമ്പോൾ വീണ്ടും ആ വേസ്റ്റെല്ലാം കൊണ്ടുവരും. എരുമേലിയിൽ ഞാൻ മുണ്ടക്കയത്ത് പറഞ്ഞതിൻ്റെ ഏതാണ്ട് അതേ നടപടികൾ തന്നെ അത് കുറച്ചുകൂടെ വിപുലീകരിച്ച്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡുമായിട്ട് കൂടെ ആലോചിച്ച് ആ കാര്യങ്ങൾ എരുമേലിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിരിക്കും. വീണ്ടും മുമ്പ് പറഞ്ഞ ആശയങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ എരുമേലിയിലും അതേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ദേവസ്വം ബോർഡിൻ്റെയും കൂടി സഹകരണം തേടാം. അപ്പോൾ എരുമേലിയിൽ ദേവസ്വം ബോർഡ് ഭാവിയിൽ രൂപീകരിക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട എയർപോർട്ടിൻ്റെ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് എല്ലാം ചേർന്നുകൊണ്ട് വേറിട്ട രീതിയിലും മുണ്ടക്കയത്ത് നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടും ആവും വിധമുള്ള പരിഹാര മാർഗങ്ങൾ ആരായുന്നതാണ് എന്നും കൃത്യമായി നടപ്പിലാക്കാൻ വലിയ പരിശ്രമം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തീർച്ചയായിട്ടും കൂടുതൽ നല്ല നിലയിൽ എല്ലാ ബഹുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഔദ്യോഗിക സംവിധാനങ്ങൾ പരമാവധി ഉപയുക്തമാക്കിക്കൊണ്ട് പുതുതായി ഉണ്ടാക്കിയിരിക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മലിനീകരണം തടയാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഏതായാലും റിയൽ ഇന്ത്യ ലൈവ് ഇക്കാര്യം ബഹുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും ജനങ്ങളുടെ ഒരു ഏകോപനം ഇക്കാര്യത്തിലുണ്ടാകാൻ മുൻകൈ എടുക്കുന്നതും അഭിനന്ദനാർഹമാണ്. ഇതിൻ്റെ പ്രവർത്തകരായ സ്കറിയാകുര്യൻ അടക്കമുള്ള ഇതിൻ്റെ എല്ലാ ചുമതലക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു കൂട്ടായി നീങ്ങാം. ഇക്കാര്യത്തിൽ ഊർജിതമായ ശ്രമവും നേതൃത്വവും MLA എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.